ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അതോട് അനുബന്ധിച്ചുള്ള ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ സ്കിന്നും വളരെ നല്ല സ്കിന്നാണ്, കേരള പീപ്പിൾസിൻ്റെ സ്കിന്നും വളരെ നല്ലതാണ്. പക്ഷെ നമ്മളെപ്പോഴും കൊറിയൻസിൻ്റെ സ്കിന്നിനെ പറ്റിയാണ് നമ്മൾ വളരെയധികം സംസാരിക്കുന്നത്. പിന്നെ അവരുടെ ക്ലൈമറ്റ്, അവരുടെ ജീന്, ഇതെല്ലാമാണ് അവർ എന്തിടുമ്പോഴും ആ ഒരു ലെവലിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമ്മളെന്ന ഇന്ത്യൻസിന്, നമ്മളെന്ന കേരളൈറ്റ്സിന് നമുക്ക് ഏറ്റവും ഭംഗിയായ ഒരു ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നല്ല ഉറക്കം ഉണ്ടാവണം, പിന്നെ ഒന്ന് നന്നായിട്ട് എപ്പോഴും വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. അതേമാതിരി ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നമ്മൾ എപ്പോഴും ഒരു ബൗളിൽ ഇൻടേക്ക് ചെയ്യുന്നത് നല്ലതാണ്, കഴിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഒപ്പം ചെറിയ കുഞ്ഞു ഫേസ് പാക്കുകളുണ്ട്. അപ്പോൾ ആ ഫേസ് പാക്കാണ് ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് വന്നിട്ട് കോഫി പൗഡറും തേനും. ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫേസ് പാക്കായിട്ട് ഇടുന്നു. ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. ചിലരുടെ സ്കിന്നിന് ഡ്രൈ ചെയ്യാൻ 5 മിനിറ്റ് വേണമെങ്കിൽ ചിലരുടെ 7 മിനിറ്റ് മതി. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങുമ്പോഴത്തേക്ക് അത് നമ്മളൊന്ന് വാഷ് ചെയ്ത് കളയുക. ഇത് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ്, ഇന്ന് പുരട്ടുകയാണെങ്കിൽ നാളെ വേണമെന്നില്ല, അല്ലെങ്കിൽ ദിവസവും പുരട്ടുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുളിക്കാറാകുമ്പോഴത്തേക്ക് അത് ഡ്രൈ ആകുകയും ചെയ്യും. അതൊന്ന് സ്ക്രബ് ചെയ്ത് മാറ്റിക്കളയും. മിക്സ് ചെയ്ത ഈ പാക്ക് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതൊരു സ്പാറ്റുല വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ല വിരൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, കണ്ണിൻ്റെ പുറത്ത് എന്താ അപ്ലൈ ചെയ്യാത്തതെന്ന്. കാരണം അതെന്താണെന്ന് വെച്ചാൽ, കണ്ണിൻ്റെ പുറത്ത് എപ്പോഴും ലിക്വിഡ് ഐറ്റം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ പുറത്ത് കുക്കുംബർ ജ്യൂസ് ഒരു കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ പാലിൽ കോട്ടൺ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കണ്ണിൻ്റെ പുറത്ത് വയ്ക്കാം. പിന്നെ ഒരൊറ്റ കാര്യം, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നു, പക്ഷേ നിങ്ങളിത് പുരട്ടി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് സംസാരിക്കരുത്. കാരണം അല്ലെങ്കിൽ അത് റിങ്കിൾസിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനിതൊരു 7 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, കണ്ടോ, ഞാൻ 7 മിനിറ്റ് കഴിഞ്ഞു. 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്രബ് ചെയ്ത്, നമ്മളെപ്പോഴും റൗണ്ട് മോഷനിൽ വേണം സ്ക്രബ് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ വെള്ളത്തോടെ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് സ്കിന്നിന് ഒരു ടയർഡ്നെസ് മാറ്റമില്ലേ? ഇനി ഇതിപ്പം നമ്മൾ രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഏതോ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോട്ട്സ് 4 ഡോട്ട്സ് ഇട്ടിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് ഈവനായിട്ട് ഇട്ടിട്ട് കിടക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ വാസ്ലൈൻ അത് 4 ഡോട്ട്സ് ആയിട്ട് ഇട്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കാമെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ സ്കിൻ വന്ന് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് മാതിരി തിളങ്ങും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു ദിവസം ചെയ്തതുകൊണ്ട് മാത്രം നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.